ഹലോ ഗൈസ്, ഇന്ന് വീട്ടിലേക്ക് കുറേ സാധനം വാങ്ങിച്ചു. അതിലൊന്ന് ഈ കവർ, പിന്നെ നമ്മുടെ സോഫയിലിരുന്ന കവർ, പിന്നെ ഇത് ചവിട്ടി. നല്ല രസമാണ്. ഇത് ഞങ്ങൾ ക്ലീൻ ചെയ്താണ് ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന്. അപ്പോൾ ഇത് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂമിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഡിന്നർ ടേബിളാണ്. അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് അത് കാണിച്ചു തരാം. അതൊക്കെ ഞാൻ ക്ലീനാക്കി. പിന്നെ ഇവിടെ നോക്കി കാണുന്ന അവിടെയും, പിന്നെ ടി വി സ്റ്റാൻഡിലെ താഴെ ഇരിക്കുന്നതും, പിന്നെ ആ മണ്ടയ്ക്കുള്ള എല്ലാം ഞാൻ നല്ല ക്ലീനാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കുഴപ്പമില്ല. പിന്നെ അച്ഛൻ വായിക്കുന്ന സ്ഥലം ഇവിടെ ഞാൻ ക്ലീനാക്കി. അപ്പം അവളൊക്കെ വരുമല്ലേ പിന്നെ ഞാൻ അവിടെ കിടന്ന് റംബൂട്ടാൻ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ കിച്ചണിൻ്റെ ബേസ് തന്നെ കൊണ്ടുവച്ച്. ആദ്യം ഇത് കയറിയില്ല, പിന്നെ എങ്ങനെയൊക്കെ കുത്തിക്കിട്ട് അതിൻ്റെ അകത്ത് വെച്ച്. പിന്നെ ആ ലൈറ്റൊക്കെ ഓഫാക്കി. അവിടുത്തെ പകുതി കുറേ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫ്ലവറാണത്. അപ്പോൾ അത് ഞാൻ അതിന് കൊണ്ടുവച്ചപ്പം ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചപ്പം അത് കൊള്ളത്തില്ലെന്ന് തോന്നി. പിന്നെ ആൾക്കാർ കയറുന്ന ലിവിങ് റൂം വെച്ചു. അങ്ങനെ കുറേ വെച്ചിട്ട് അവിടേക്കുള്ള കാര്യങ്ങളെല്ലാം ബെഡ്റൂമിലെല്ലാം ഞാൻ ക്ലീനാക്കി. പറ്റുന്നത്രയൊക്കെ ഞാൻ വെച്ച് ക്ലീനാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതും അങ്ങനെ കുറേ ഇതൊക്കെ തെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ മാജിക് വിളക്കൊക്കെ എന്നെ ശരിയാക്കി വെച്ച്. അപ്പം ഞാൻ ഇപ്പോൾ കുറേ തെറ്റ് പറഞ്ഞാണ്, ക്ഷമിക്കണം. എന്നിട്ട് ഞാൻ അവിടുന്ന് ചീപ്പും എല്ലാം കൂടെ എടുത്ത് ആ സൈഡിലോട്ട് എടുത്ത് വെച്ച്. പിന്നെ അതൊക്കെ സെറ്റായെന്നും പറഞ്ഞ് ഞാൻ അതങ്ങോട്ട് തേക്കുകയും വെച്ച്. അതെല്ലാം സെറ്റ് വേറെ പോകാൻ നിൽക്കുമ്പം ഞാൻ അവിടെ കുളമായി കിടക്കുന്ന പിന്നെ ഞാനവിടെ വന്നിട്ട് അത് കുളമായി കിടക്കുന്ന കണ്ട് ഞാൻ ആ സാധനമൊക്കെ എടുത്ത് തിരിച്ചങ്ങോട്ട് വെച്ച്. പിന്നെ അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അതപ്പും പിന്നെ തേപ്പൊട്ടിയും എന്നിട്ട് ഇവിടെ എല്ലാം വെച്ച്. പിന്നെ ആ കിടക്കുന്ന നമ്മുടെ സാരി കേട്ടോ. സാരി ഞാൻ പിന്നെ ഇങ്ങനെ സാധനത്തിൽ നിന്ന് എനിക്കൊരു ചീപ്പ് കിട്ടി. പിന്നെ ഞാൻ ചുമ്മാ കാണിച്ചു അങ്ങനെയൊക്കെ. എന്നിട്ട് ചീപ്പ് എടുത്ത് നമ്മൾ കുറച്ച് മുമ്പ് കിട്ടിയ സ്ഥലത്തെടുത്ത് വെച്ച്, ചീപ്പ് വെക്കുന്നിടത്ത്. പിന്നെ ഞാൻ ആ സാരിയൊക്കെ ശരിയാക്കിയിട്ട് ഇത് കുളമായി. പിന്നെ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ ഓടി ചെന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കി. അപ്പോൾ അവിടെ കർട്ടൻ നേരെ എടുക്കുമല്ലോ. അപ്പം ഞാൻ കർട്ടൻ ശരിയാക്കാൻ വേണ്ടി അങ്ങോട്ട് നിന്ന് അവിടെ ചെന്നൊക്കെ വലിച്ചങ്ങോട്ട് ഇട്ട്. കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവിടെ കുഞ്ഞു ഹോളും അല്ലെങ്കിൽ തോന്നി. ഞാനത് പിടിച്ചങ്ങോട്ട് ഇട്ട്. പിന്നെ ഇനി എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് അറിയാൻ നോക്കി. വലിയ തെറ്റൊന്നും എനിക്ക് കാണുന്നില്ല. പിന്നെ ഞാനൊരു വാച്ചിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്ത് അങ്ങോട്ടങ്ങ് ഇട്ട്. പിന്നെ ഞാൻ അപ്പം എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. അപ്പം ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങി. ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത സ്ഥലങ്ങളാണ്. പിന്നെ ഓണത്തിനായി പ്രത്യേകം വാങ്ങിച്ച ഇതൊക്കെ കണ്ടോ നിങ്ങൾ, ആ പച്ച